ഇതിൻ്റെ പേര് കാരമീൻ എന്നാണ്. ട്രിവാൻഡ്രത്തുള്ളവർ കാരെന്ന് പറയും, കോഴിക്കോടുള്ളവർ ഇതിനെ മുള്ളൻ മീനെന്ന് പറയും. മുള്ളൻ. ഇതിനെ നമുക്ക് അവിയൽ വയ്ക്കാം. കോഴിക്കോടുള്ളവർ ഈ അവിയൽ വയ്ക്കുന്നതിനെ പീര വയ്ക്കാമെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ വയ്ക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനാവശ്യമായ സാധനങ്ങൾ: കുറച്ച് തേങ്ങ, പിന്നെ പച്ചമുളക്, കറിവേപ്പില, കൊച്ചുള്ളി, ഇച്ചിരി നല്ല മുളകും, കുറച്ച് ഇഞ്ചി, പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന്. ഇപ്പോൾ ഓരോരുത്തരുടെ ഏരിയ എങ്ങനെയാണോ അതുപോലെ. പിന്നെ നമുക്ക് ഒന്ന് മിക്സി വെച്ച് ക്രിസ്പ് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ പരുവം, അരച്ചെടുക്കേണ്ട പരുവം. ഇതേപോലെ നല്ല പിരിപിരാന്ന് അരച്ചിടണം. പിന്നെ ശകലം പുളിയും കൂടെ. ഇത് അരച്ചെടുത്തതിന് ശേഷം ഈ പുളി പിഴിഞ്ഞ് മിക്സ് ചെയ്തെടുക്കുക. അതിന് അരച്ചെടുത്ത് പുളിയും പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ കാരമീനിൽ കുറച്ച് തക്കാളി, പച്ചമുളക് എന്നിവ ഇട്ടതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ഇട്ട് പുളിയും പിഴിഞ്ഞ വിധി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് മീനിലെല്ലായിടവും ആവണം മിക്സ് ചെയ്തെടുക്കുക. പുളിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഗ്യാസിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പില, ഇതുപോലെ ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ വീട്ടി വേവിക്കാൻ വയ്ക്കാം. അടച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് അതിനെ ഇങ്ങനെ തിളക്കണണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് മൂട്ടി പിടിക്കും. ചെറുതായിട്ട് സ്പൂണിട്ടൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കും, ചെറുതായിട്ട്, അല്ലെങ്കിൽ ആ മീനൊക്കെ പൊടിഞ്ഞു. എന്നിട്ട് തിളച്ചതിന് ശേഷം സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കണം. അടച്ചിട്ട് ഇതേ നോക്കിയേ, നമ്മുടെ കാരാവേൽ അല്ല മുള്ളൻ പീര ഏകദേശം റെഡിയായി വന്നു റെഡിയായി. ഇനി ശർക്കര ഇതിലൂടെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. കണ്ടോ, അടിപൊളിയായില്ലേ? ഈ കറി ഉണ്ടല്ലോ, ചോറെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടും ആവശ്യമില്ല. ഈ കറി മാത്രം മതി ചോറ് കഴിക്കാൻ. ഇതാ നോക്കിയേ, നമ്മളെ പീര നല്ല പറ്റി നല്ല കറക്റ്റ്. നമ്മുടെ കാരമീൻ അവിയൽ അല്ലെങ്കിൽ മുള്ളൻ പീര. അങ്ങനെ നമ്മുടെ കാരമീൻ അല്ലെങ്കിൽ മുള്ളൻ പീര റെഡിയായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിങ്ങാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വിഭവമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.